ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, വിട്ടുപോയ സംഖ്യ ഏത്? 3 ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് ഫിഗറിൽ നമുക്ക് ആ വിട്ടുപോയ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഫിഗറിൻ്റെയും റിലേഷൻ നമുക്ക് നോക്കാം. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? ഇവിടെ 2 ഫിഗർ ചെക്ക് ചെയ്യുമ്പോൾ 121 169 ഉണ്ട് അല്ലേ? അപ്പോൾ സ്ക്വയറുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ക്വയറുകൾ, നമ്പേഴ്സിൻ്റെ സ്ക്വയർ പഠിച്ചപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 121 എന്ന് പറയുന്നത് 11ൻ്റെ സ്ക്വയറാണ്. 169 എന്ന് പറയുന്നത് 13ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 23ഉം 15ഉം 121 ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ 2 + 3 + 1 + 5, അതായത് ഈ ഡിജിറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാണ്. 23-ൽ 2 3 ആഡ് ചെയ്തു, 15-ൽ 1 5 ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ എല്ലാ ഡിജിറ്റ്സും കൂടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 2 3 5 1 6 5 11. ആ 11ൻ്റെ സ്ക്വയറാണ് 121 ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. 72ഉം 22ആണ്. ഈ 169 എന്ന് പറയുന്നത് എന്താണ്? 13ൻ്റെ സ്ക്വയറാണ് നമുക്കറിയാം. അപ്പോൾ 72-ൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 7 + 2 + 22-ൽ 2 + 2 = 7 2 9 2 11 2 13 എന്ന് കിട്ടി. ആ 13ൻ്റെ സ്ക്വയറാണ് ഈ 169 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വിട്ടുപോയ ഈ ഭാഗം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഈ ഭാഗം എന്തായിരിക്കും? ഇതേപോലെ തന്നെ ചെയ്യുക. 31 41 ആണ്. അപ്പോൾ അതിൻ്റെ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3 + 1 + 4 + 1 = 3 3 4 4 8 1 9. 9ൻ്റെ സ്ക്വയർ ആയിരിക്കുമല്ലോ ആ വിട്ടുപോയ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ 9ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 81 ആണ്. 81 ആണ് ആ വിട്ടുപോയ സംഖ്യ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, രാജേഷിൻ്റെ വരുമാനം ഗിരീഷിൻ്റെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ ഗിരീഷിൻ്റെ വരുമാനം രാജേഷിനേക്കാൾ എത്ര ശതമാനം കുറവാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം, ഒന്ന് ഇക്വേഷൻ അല്ലാതെയും ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, തന്നിരിക്കുന്നത് എന്താണ്? രാജേഷിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഗിരീഷിനേക്കാൾ 25% കൂടുതലാണെന്നാണ് തന്നിരിക്കുന്നത്. ഗിരീഷിൻ്റെ വരുമാനം നമുക്ക് അറിയില്ല. സോ നമ്മൾ ഗിരീഷിൻ്റെ വരുമാനം 100 ആയിട്ട് എടുക്കുവാണ്. 100 ആണ് ഗിരീഷിൻ്റെ വരുമാനം എന്ന് എടുത്തു. അപ്പോൾ തന്നിരിക്കുന്നത് പ്രകാരം രാജേഷിൻ്റെ വരുമാനം ഗിരീഷിനേക്കാൾ 25% കൂടുതലാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? രാജേഷിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 100-നേക്കാൾ 100ൻ്റെ കൂടെ 25 കൂടുകയാണ്. അപ്പോൾ 125 ഇത് കിട്ടിയല്ലോ. അതായത് ഗിരീഷിൻ്റെ 100 എടുക്കുമ്പോൾ രാജേഷിൻ്റെ 25% കൂടുതലായതുകൊണ്ട് രാജേഷിൻ്റെ എത്രയായിരിക്കും? 125 ആയിരിക്കും അല്ലേ? ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? തിരിച്ചാണ് കാണേണ്ടത്. ഗിരീഷിൻ്റെ വരുമാനം രാജേഷിനേക്കാൾ എത്ര ശതമാനം കുറവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആദ്യം തന്നെ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125-ൽ നിന്ന് 100 പോകുമ്പോൾ 25 ഡിവൈഡഡ് ബൈ ആരേക്കാളാണ് നമുക്ക് കണ്ടത്? രാജേഷിനേക്കാൾ എത്ര ശതമാനം കുറവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് രാജേഷിനേക്കാൾ. അപ്പോൾ ആരെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? രാജേഷിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ രാജേഷിൻ്റെ വാല്യൂ നമ്മൾ താഴെ എഴുതുന്നു. ഇൻറ്റു 100 കണ്ടാൽ മതി. അതായത് അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. അത് അംശമായിട്ടും ഛേദമായിട്ടും എടുക്കേണ്ടത്. ആരെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് അതാണ് താഴെ എഴുതേണ്ടത്. ഇൻറ്റു 100 ചെയ്താൽ മതി. കാരണം ശതമാനമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. 25-ൽ 5 തവണ, 25-ൽ 4 തവണ പോവും. 5 25-ൽ 5 തവണ, 4 20. 20% നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഒന്നുമില്ലാതെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? ഇക്വേഷൻ വെച്ചിട്ട് എയുടെ വരുമാനം ബിയിനേക്കാൾ x% കൂടുതലാണെങ്കിൽ, നേരെ തിരിച്ച് ബിയുടെ വരുമാനം എയിനേക്കാൾ x/100 + x ഇൻറ്റു 100% കുറവായിരിക്കും. അതായത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം.
എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ X% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയിനേക്കാൾ X/100 + X × 100% കുറവായിരിക്കും. ഓക്കെ, ഇവിടെ X എന്ന് പറയുന്നത് എത്രയാണ്? X എന്ന് പറയുന്നത് 25 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. 25 / 100 + 25 × 100. അപ്പോൾ നമുക്ക് ഇതേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. = 25 / 125 × 100. 25 5 തവണ 100ൽ 4 തവണ 5 25ൽ 5 തവണ = 5 × 4 20. 20% നമുക്ക് കിട്ടി ഓപ്ഷൻ ബി. അതായത് നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒന്ന് ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം, ഇക്വേഷൻ ഇല്ലാതെയും ചെയ്യാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഈസിയെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കേണ്ടവർ ഓർത്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 3 സംഖ്യകളുടെ ശരാശരി 20, ആദ്യ 2 സംഖ്യകളുടെ തുക 42 ആണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ഏത്? 3 സംഖ്യകളുടെ ശരാശരി 20, ആദ്യ 2 സംഖ്യകളുടെ തുക 42 ആണെന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തതാണ് അല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 3 സംഖ്യകളുടെ ശരാശരി 20 ആണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? ആ 3 സംഖ്യകളുടെ ടോട്ടൽ എന്ന് പറയുന്നത് 3 × 20 60 ആണ്. ഇനി തന്നിരിക്കുന്നത് ആദ്യ 2 സംഖ്യകളുടെ തുക 42 ആണ്. അപ്പോൾ 2 സംഖ്യകളുടെ 42, ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ? 60 - 42 ചെയ്യുമ്പോൾ മൂന്നാമത്തെ സംഖ്യ കിട്ടും. 60 - 42 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 8 1 18. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം. വില എത്ര? 617 പ്ലസ് 6.017 പ്ലസ് 0.617 പ്ലസ് 6.0017. ഇതിൻ്റെ വില നമുക്ക് കാണണം. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള മോഡൽ തന്നെയാണ് അല്ലേ? 617. പിന്നെ തന്നിരിക്കുന്നത് 6 അതായത് പോയിൻ്റ് വരുന്നതുകൊണ്ട് നമുക്ക് കൂട്ടുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ട് 0 0 ഇട്ട് കൊടുക്കാം അല്ലേ? ഇവിടെ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ 0 കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമാണ് മാക്സിമം വരുന്നത്? 4 സ്ഥാനമാണ് അല്ലേ? 4 0 ഇട്ട് കൊടുക്കാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നെക്സ്റ്റ് വരുന്നത് 6.017 0 ഇട്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് 0.617 0 ഇട്ട് കൊടുക്കുന്നു. 6.0017 ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യാമല്ലോ. ആഡ് ചെയ്യുമ്പോൾ 7. നെക്സ്റ്റ് ഇത് ആഡ് ചെയ്യുമ്പോൾ 7 7 14 1 15, ബാലൻസ് 1. ഇനി 1 1 2 1 3 6 പോയിൻ്റ് 6 6 12 7 19, ബാലൻസ് 1 1 1 2 6 629.6357. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 1/2-നും 1/3-നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ്. ഓപ്ഷൻസ് 1/4, 4/7, 3/4, 2/5. 1/2-നും 1/3-ക്കും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇത് കാണാനായിട്ട് നമ്മൾ ഈ ഭിന്നസംഖ്യകളിനൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ഡെസിമലിലോട്ട് മാറ്റണം. അപ്പോൾ 1/2 എന്ന് പറയുന്നത് നമുക്ക് ക്യാൻസൽ ചെയ്താൽ തന്നെ അറിയാം അല്ലേ? അരയാണ്. അര എന്ന് പറയുന്നത് 0.5 അല്ലേ? 1/3 എന്ന് പറയുന്നത് നമുക്കറിയാം 0.333 എന്നും പറഞ്ഞു പോകും അല്ലേ? നെക്സ്റ്റ് 1/4 എന്ന് പറയുന്നത് കാലാണ് അല്ലേ? അപ്പോൾ 0.25. നെക്സ്റ്റ് 4/7 ആണ്. 4/7 ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ 7 4ൽ പോവില്ല, പോയിൻ്റ് ഇട്ടു. നെക്സ്റ്റ് 7 5 35, 5 ബാക്കി 5 ഉണ്ട്. 5 50ൽ 7 7 49, പിന്നെ കാണേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 3/4 ചെയ്യുമ്പോൾ 4 3ൽ പോവില്ല, പോയിൻ്റ് ഇട്ടു. 7 4 28, ബാക്കി 2 ഉണ്ട്. 4 20, 5 തവണ. നെക്സ്റ്റ് 2/5 എന്ന് പറയുമ്പോൾ = 0.20ൽ 5
4 തവണ പോകും, 4 5 20. അപ്പോൾ ഇവിടെ നമുക്ക് ഡെസിമലിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 1/2-നും 1/3-നും ഇടയിൽ, അതായത് ഇതും 0.5-നും 0.3-നും ഇടയിലുള്ള സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിൽ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യുമ്പോൾ ഇതിലേതായിരിക്കും വരിക? 0.3-നും 0.3 കഴിഞ്ഞാൽ 0.4, അത് കഴിഞ്ഞാലല്ലേ 0.5. അപ്പോൾ 0.3-നും 0.5-നും ഇടയിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0.2 വരുമോ? ഇല്ല, 0.2 വരില്ല. കാരണം 0.3-നും മുന്നിലാണ് 0.2 കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 0.57 വരും. ഇല്ല, 0.5-ൻ്റെ അവിടെ വരെയുള്ളൂ, 0.5 വരെയുള്ളൂ. അതുകൊണ്ട് 0.57 വരില്ല, അതും ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 0.75 അതും വരും. ഇല്ല, 0.5 കഴിഞ്ഞിട്ടാണ് 0.75 വരുന്നത്, അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാം. ലാസ്റ്റ് ഓപ്ഷൻ 0.4 ആണ് അല്ലേ. 0.3-നും 0.5-നും ഇടയിലാണ് 0.4 കിടക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 7, 13, 28 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 7, 13, 28 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്? 7, 13, 28. ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ, എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 6 കിട്ടണം നമുക്ക്. അങ്ങനെയുള്ള ഈ ഓപ്ഷനിൽ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ എന്നല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? LCM ആണ് കാണേണ്ടത് അല്ലേ. LCM കാണാനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 7, 13, 28 ഇതിൻ്റെ LCM ആദ്യം തന്നെ നമുക്ക് കാണണം അല്ലേ. ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് ഏതായിരിക്കും? 7 ആയിരിക്കും. 13-ൽ പോവില്ല, 7-ലും 28-ലും പോകും അല്ലേ. അപ്പോൾ 7 ആണ് ഇതിൽ ഇനി പോവാനുള്ള സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ 7 7-ൽ ഒരു തവണ, 13-ൽ പോവാത്തത് കൊണ്ട് അതങ്ങനെ തന്നെ എടുത്ത് എഴുതി. 28-ൽ 4 തവണ. ഇനി ഇതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും പോകാനുണ്ടോ? ഇല്ല, 13-ലും 4-ലും കൂടിയിട്ട് കോമൺ ആയിട്ടൊന്നും പോകാനില്ല. അപ്പോൾ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 × 13 × 4 ആയിരിക്കും LCM. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 4 28, 28 × 13, 28 × 13 നമുക്ക് കാണാമല്ലോ. 28 × 13 എന്ന് പറയുന്നത് 8 3 24, ബാക്കി 2, 3 2 6 2 8, 1 8 2, 4 16, ബാക്കി 1 2 1 3, 364 എന്നതാണ് LCM എന്ന് പറയുന്നത് അല്ലേ. 364 LCM. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശിഷ്ടം 6 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 364 വരില്ല, കാരണം നമുക്ക് ശിഷ്ടം ഇതിപ്പോൾ 364 എന്ന് പറയുന്നത് ഈ 3 സംഖ്യ കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ശിഷ്ടം 6 വരണം. ശിഷ്ടം 6 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 364-ൻ്റെ കൂടെ 6 ആഡ് ചെയ്യണം. 364-ൻ്റെ കൂടെ 6 ആഡ് ചെയ്യണം. 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 370 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. അതായത് ശിഷ്ടം നമുക്ക് 6 വരണം. നിശേഷം ഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ LCM ആണ് അല്ലേ. ഇവിടെ ശിഷ്ടം 6 വരണം എന്ന് പറയുന്നത് കൊണ്ട് ആ LCM-നേക്കാളും 6 കൂടുതലായിരിക്കും. അതായത് 364-ൻ്റെ കൂടെ 6 ആഡ് ചെയ്യുന്നു. നമുക്ക് 370 എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ലസാഗു എത്ര? ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ലസാഗു ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 2 3 5 7 11 ഇതാണ് ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ. ഇനി ഇതിൻ്റെ ലസാഗു LCM നമുക്ക് കാണണം. ഇവിടെ എന്താണ്? അഭാജ്യ സംഖ്യകൾ ആയതുകൊണ്ട് ഇതിനൊന്നൊരു കോമൺ ആയിട്ട് ഒന്നിലും പോവില്ല അല്ലേ, ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. സോ എന്ത് ചെയ്യും? ഈ LCM എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണനമായിരിക്കും, ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ, ഇതിൻ്റെ ഗുണനഫലമായിരിക്കും. അപ്പോൾ ഒന്നും ഫാക്ടേഴ്സ് ഒന്നും പോവാനില്ലാത്തത് കൊണ്ട്, അഭാജ്യ സംഖ്യകളായതുകൊണ്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് LCM എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണനഫലമായിരിക്കും. 2 × 3 × 5 × 7 × 11 ഇത് മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും ഇതിൻ്റെ ലസാഗു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 2 6, 6 × 5 30, 30 × 7 210 × 11 is equal to 0 1 3 2.
2310 2310 എന്ന ആൻസർ കിട്ടും. 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ. 11 കൊണ്ട് പോയിട്ട് 210 × 11 കാണേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് 210നെ 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. പോയി ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് ആഡ് ചെയ്യുക, ഡിജിറ്റ്സുകൾ ആഡ് ചെയ്യുക. ആദ്യം ആ 0 അതേപോലെ എടുത്തെഴുതുക, പിന്നെ 0 1 കൂടിയിട്ട് ആഡ് ചെയ്യുക, നെക്സ്റ്റ് 1 2 ആഡ് ചെയ്യുക, നെക്സ്റ്റ് ആ 2 അതേപോലെ എടുത്തെഴുതുക അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കാണാനായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. 57 × 11 ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്യുക. ആദ്യം ആ 7 അതേപോലെ എടുത്തെഴുതുക, പിന്നെ 5ഉം 7ഉം ആഡ് ചെയ്യുക. 5ഉം 7 എന്ന് പറയുന്നത് 12, ബാലൻസ് 1 നെക്സ്റ്റ് ഈ 5ൻ്റെ കൂടെ ആ 1 ആഡ് ചെയ്യുക, 6 627 എന്ന് കിട്ടും. ഇനി അടുത്തതെന്ന് പറയുന്നത് 42 × 11 വിചാരിക്കുന്നു. 42 × 11 എന്ന് പറയുന്നത് ആദ്യം ആ 2 എടുത്ത് എഴുതുന്നു, പിന്നെ 4ഉം 2ഉം ആഡ് ചെയ്യുന്നു, നെക്സ്റ്റ് ആ 4 അതേപോലെ എടുത്ത് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 11 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ പെട്ടെന്ന് കാണുന്നത്. ഒരു എക്സാമ്പിൾ കൂടി കണ്ടാലോ? 35 × 11 നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ആദ്യം എന്തായിരിക്കും വരിക? 5 അതേപോലെ എടുത്തെഴുതി, നെക്സ്റ്റ് 5 3 8 ആഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ആ 3 അതേപോലെ എടുത്തെഴുതുന്നു, 355. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വേഗം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം, ശരിയുത്തരം ഏത്? 345.72 × 7.46 ഇതിൻ്റെ പ്രോഡക്റ്റാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ 345 എന്തായാലും ഈ ഓപ്ഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും പോയിൻ്റ് കഴിഞ്ഞിട്ട് 4 സ്ഥാനം തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല, നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് കാണണം അല്ലേ. 345.72 × 7.46 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 746. ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് പോയിൻ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 2 12 ബാലൻസ് 1, 6 7 42 1 43 ബാക്കി 4, 5 6 30 4 34 ബാക്കി 3, 6 4 24 3 27 ബാക്കി 2, 6 3 18 2 20. നെക്സ്റ്റ് 4 2 8, 7 4 28 ബാലൻസ് 2, 5 4 20 2 22 ബാലൻസ് 2, 4 4 16 2 18 ബാക്കി 1, 4 3 12 1 13. അടുത്തത് 7 2 14 ബാക്കി 1, 7 7 49 49 1 50 ബാക്കി 5, 5 7 35 5 40 ബാക്കി 4, 7 4 28 4 32 ബാക്കി 3, 7 3 21 3 24. ഓക്കെ, ഇനി ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യാലോ. 2 8 3 11 ബാക്കി 1, 8 8 16 1 17 ബാക്കി 1, 7 2 9 1 10 ബാക്കി 1, 8 3 9, 3 2 5 2 7, 4 3 5 2. അപ്പോൾ ഇതിൽ പോയിൻ്റ് ഇട്ട് കൊടുക്കാമല്ലോ. പോയിൻ്റ് എത്ര സ്ഥാനം വരും? ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 4 സ്ഥാനം നീക്കിയിടണം അല്ലേ. പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 4 സ്ഥാനം നമുക്ക് നീക്കിയിടണം. അപ്പോൾ 1 2 3 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിൻ്റ് ഇടുന്നു. അപ്പോൾ 2579.071 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, 180നെ അഭാജ്യ ഘടകങ്ങളാക്കിയാൽ എന്ത് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 180 തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ ഫാക്ടറൈസ് ചെയ്യാം. ആദ്യം 2ൽ 90 തവണ പോവും, വീണ്ടും 2ൽ 45 തവണ പോവും, 3ൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു തവണ 5 15 തവണ അല്ലേ. നെക്സ്റ്റ് 3ൽ ഇട്ട് കൊടുക്കുമ്പോൾ
5 തവണ. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് കിട്ടും. ഇതിനെങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2 സ്ക്വയറായിട്ട് എഴുതാം അല്ലേ? ഇൻറ്റു 3 ഇൻറ്റു 3 3 സ്ക്വയറാണ് അല്ലേ? ഇൻറ്റു 5. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം. രാജു ഒരു സൈക്കിൾ 8000 രൂപയ്ക്ക് വാങ്ങിയ ശേഷം 6000 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ നഷ്ടശതമാനം എത്ര? രാജു വാങ്ങിയത് 8000 രൂപയ്ക്കാണ്, 6000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ എന്താണേലും നഷ്ടമാണല്ലോ. വലിയ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് ചെറിയ വിലയ്ക്ക് വിൽക്കുമ്പോൾ എന്തായാലും നഷ്ടമാണ്. നഷ്ടശതമാനമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നഷ്ടശതമാനം അഥവാ ലോസ് പെർസെൻറ്റേജ് കാണാനായിട്ട് നമുക്കറിയാലോ, നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാണ്? 8000, അതായത് കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില ഇൻറ്റു 100 കണ്ടാൽ മതി അല്ലേ? അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലോസ് എന്ന് പറയുന്നത് 8000-ൽ നിന്നും 6000 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നഷ്ടം, അതായത് 2000. 2000 ഡിവൈഡഡ് ബൈ വാങ്ങിയത് 8000 രൂപയ്ക്കാണ് ഇൻറ്റു 100 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്യുമ്പോൾ 0 0 ക്യാൻസൽ ചെയ്യും, ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യും. 4-ൽ 2 തവണ ക്യാൻസൽ ചെയ്യും. 4-ൽ 5 0, 2-ൽ 25. 25% നഷ്ടശതമാനം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. √64 8 ആയാൽ റൂട്ട് ഓഫ് 0.64 പ്ലസ് റൂട്ട് ഓഫ് 0.000064 നമുക്ക് കാണേണ്ടത്. അപ്പോൾ റൂട്ട് ഓഫ് 0.64 റൂട്ട് ഓഫ് 0.64 എത്രയായിരിക്കും? 64 എന്ന് പറയുന്നത് 8 ആണ്. റൂട്ട് 64 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 0.64 എത്രയായിരിക്കും? റൂട്ട് എടുക്കുമ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതിയായിരിക്കും റൂട്ട് എടുക്കുമ്പോൾ അല്ലേ? അപ്പോൾ 2 സ്ഥാനം ഉള്ളത് കൊണ്ട് റൂട്ട് എടുക്കുമ്പോൾ 1 സ്ഥാനമാവും അല്ലേ? അപ്പോൾ 0.8 ആവും. നെക്സ്റ്റ് റൂട്ട് ഓഫ് 0.000064. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 1 2 3 4 5 6 സ്ഥാനമുണ്ട്. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ അതിൻ്റെ നേർ പകുതിയായിരിക്കും ഡെസിമൽ ഉണ്ടായിരിക്കുക. അപ്പോൾ പോയിൻ്റ് എത്രയായിരിക്കും? 6ൻ്റെ പകുതി 3 സ്ഥാനമായിരിക്കും, 008. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യാമല്ലോ. 0.8ഉം 0.008ഉം കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. ഇവിടെ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് 0 ഒക്കെ ഇട്ട് കൊടുക്കാം അല്ലേ? ഇനി നമുക്കിതങ്ങ് ആഡ് ചെയ്യാം. 8 0 8 0.808 എന്ന ആൻസർ കിട്ടും. 0.808. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്